ഞാൻ വിചാരിച്ചത് സുശീല ആന്റി നാക്ക് പിഴച്ചതാണെന്ന് പറയുന്നതോടെ ആ പ്രശ്നം അവിടെ തീരുമെന്നാണ്. ഈ ധനം പറഞ്ഞപ്പോഴല്ലേ സംഭവത്തിന്റെ യഥാർത്ഥ കിടപ്പ് മനസ്സിലായത്. എന്റെ വിനയ ഇതൊരു വല്ലാത്ത വെളിപ്പെടുത്തലായി പോയല്ലോ. ഇത്രയും കാലത്തിന് ശേഷം സുശീലയ്ക്ക് ഇത് വിളിച്ചു പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചില സത്യങ്ങള് മറനീക്കി പുറത്തു വരേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ് ലതികെ. ഇത് സുശീലയ്ക്കുള്ള കുഴി അവര് തന്നെ വെട്ടിന്ന് ഞാൻ പറയൂ. ആ അതെന്തോ ആവട്ടെ. എന്തായാലും സത്യം എല്ലാ രീതിയിലും വെളിപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ആശ്വസിക്കാം. നമ്മൾ അവരെ പഞ്ചരത്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രശ്നമുണ്ടാക്കിയെന്നുള്ള പരാതി തീരുമല്ലോ. സത്യം പറഞ്ഞ സുശീല ആന്റി എനിക്കൊരു സഹായം ചെയ്തു തന്നപ്പോ പകരം തന്നെ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അവരാവശ്യപ്പെടുമായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചത് മോന്റെ നൂലുകെട്ട് ചടങ്ങിന് അച്ഛൻ വന്ന് എല്ലാവരെയും വിളിച്ചപ്പോ അവരെ മാത്രം ക്ഷണിക്കാത്തതിന്റെ വിഷമം തീർക്കാനായിരിക്കുമെന്നാ. ഇപ്പോഴല്ലേ മനസ്സിലായത് സുശീല ആന്റി ഇത് മനസ്സിൽ വെച്ചിട്ടാ വന്നതെന്ന്. അവര് ബന്ധുക്കളെല്ലാം ഒത്തുകൂടുന്ന ഒരു സ്ഥലവും സാഹചര്യം നോക്കി നിൽക്കുമായിരുന്നു. എന്നിട്ട് എന്താടാ നീ ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? അപ്പൊ നീ ഒന്ന് സുശീലയെ വഴിയിൽ വെച്ച് വണ്ടിയിലേക്ക് വിളിച്ചു കയറ്റിയത് പ്ലാൻ ചെയ്ത പ്രകാരമായിരുന്നല്ലേ? അതെ. ഓ, ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? എന്തായാലും പഞ്ചരത്നത്തിലുണ്ടായ സംഭവത്തിന് നീ ഒരു കാരണക്കാരനാണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യായി. എന്റെ അമ്മയെ ചതിക്കല്ലേ. ഇതൊന്നും ചീരു അറിയരുത്. കുട്ടികളുടെ കാര്യത്തിൽ സീമ ചേച്ചി ഒന്ന് ഒതുക്കി നിർത്തിയതേ ഉള്ളൂ. എത്ര കാലം നിന്റെ തെറ്റുകൾ ഇങ്ങനെ ഒതുക്കി നിർത്തും? ഇപ്പൊ സുശീല സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുപോലെ നാളെ ഒരിക്കൽ നിന്റെ തെറ്റുകൾ നിനക്ക് വിളിച്ചു പറയേണ്ടി വരും. അതിനും മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ മാമ. എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള അല്ലറ ചില്ലറ തെറ്റുകളല്ലേ. അതൊക്കെ ദൈവം പോലും കണ്ടില്ല എന്ന് വെച്ചോളൂ. വന്നേ. അമ്മയും മാമനും ഒന്നും കൂടി പഞ്ചരത്നത്തിലോട്ട് പോകണം. വിഷുവിന് മുമ്പ് ചീരൂനെയും കൊച്ചിനെ ഇങ്ങോട്ട് കയക്കാൻ പറ്റുമോ എന്ന് അച്ഛനോടൊന്ന് ചോദിക്കണം. അതെന്തായാലും മാഷ് സമ്മതിക്കാൻ പോകുന്നില്ല വിനയ. വെറുതെ പോയി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയാലൊരു വാക്കല്ലേ അമ്മേ. സമ്മതിച്ചാലോ? ഈ വിഷു നമുക്ക് മക്കളുടെയും കൂടി സന്തോഷമായിട്ട് ആഘോഷിച്ചൂടെ? അത് വേണ്ട വിനയ. ഈ വിഷുത്തലേന്ന് നീ പഞ്ചരത്നത്തിൽ പോയി മാഷിനും ചീരൂനും ഒക്കെ വിഷുക്കോടിയും വിഷു കൈനീട്ടൊക്കെ കൊടുക്കണം. ഈ വിഷു നമുക്കിവിടെ ആഘോഷിക്കാം. ആർച്ചമോളും ഭദ്രമോളും ഇവിടെ നമ്മോടൊപ്പം ഉണ്ടല്ലോ. നമ്മൾ മക്കളോടൊപ്പം വിഷു ആഘോഷിക്കുന്നത് ചീരു കണ്ട് അവളുടെ മനസ്സ് നിറയണം. നിനക്ക് നിന്റെ മൂത്ത മക്കളോടുള്ള സ്നേഹം നീ അതിലൂടെ തെളിയിക്കണം. അപ്പൊ ചീരുവിന് തന്നെ തോന്നും മോനെയും കൊണ്ട് നിന്റെ അടുത്തേക്ക് വരാവുന്നു. അതിന് നിനക്ക് പറ്റുമോ? എന്താ സംശയം? മാമനൊരു നല്ല കാര്യം ഉപദേശിച്ചാ ഞാൻ അതുപോലെ ചെയ്യാതിരിക്കുമോ മാമ? ഈ കാര്യത്തില് ഞാൻ മാമന് 100% അനുസരിച്ചിരിക്കും. അപ്പോ വിഷു തലേന്ന് പഞ്ചരത്നത്തിൽ വിഷു ആഘോഷം ഇവിടെ. ഓക്കെ? ഓക്കെടാ, കൊള്ളാം. ഒരു കണക്കിന് ആലോചിക്കുമ്പോ ഇന്ദ്രേട്ടൻ ആ സ്ത്രീയുടെ മകനല്ലെന്ന് തെളിഞ്ഞത് നല്ലതാ. ഇനി അവരെ ഏറ്റെടുക്കേണ്ട ബാധ്യത ഇന്ദ്രേട്ടനില്ലല്ലോ. അവരെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ശരിയാ. ഒരു വലിയ ഭാരം ഇറക്കി വെച്ച ആശ്വാസം ഒരു ഭാഗത്ത് തോന്നും. പക്ഷേ മനസ്സിൽ ആരും ഇല്ലാത്തവനായി പോയി എന്നൊരു തോന്നൽ വന്നുകൂടായികയില്ല. ആ ഒരു തോന്നലിന് ഒഴിഞ്ഞുപോയ ഭാരത്തേക്കാൾ വലിയ ഭാരമായിരിക്കും. ഞാൻ അനുമോളെ ഒന്നുകൂടി കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇന്ദ്രനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രനത് താങ്ങാൻ പറ്റില്ലെന്ന് അന്ന് അവന്റെ സങ്കടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇത്രയും കാലം അമ്മ ദൈവം എന്ന് കരുതി അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചവനല്ലേ. എന്തായാലും ഇന്ദ്രൻ എന്തുകൊണ്ടും അത് വലിയൊരു തിരിച്ചടിയായിപ്പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ അകറ്റി നിർത്താൻ തീരുമാനിച്ച അയാൾക്കത് എളുപ്പാ. പക്ഷേ
പെട്ടെന്നൊരു സ്ഥാനത്തുനിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ അത് ചിലർക്ക് താങ്ങാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്തുനിന്ന് മാറ്റപ്പെട്ടാൽ ശ്രമിച്ചാൽ ചിലപ്പോൾ തിരിച്ചു കയറാം. പക്ഷേ ഇന്ദ്രൻ തന്റെ വയറ്റിൽ പിറന്ന മകനല്ല എന്ന് സുശീല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനിനി പെറ്റമ്മയില്ലല്ലോ, വളർത്തമ്മയല്ലേ ഉള്ളൂ. ആരായിരിക്കും വെച്ചാ ഇന്ദ്രേട്ടനെ പ്രസവിച്ച അമ്മ? അതിനെക്കുറിച്ചൊക്കെ ഇന്ദ്രേട്ടൻ അന്വേഷിച്ചു തുടങ്ങിയോ? ഏയ്, അവനിപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ചീരു. ഈ യാഥാർത്ഥ്യവുമായി മനസ്സ് പൊരുത്തപ്പെട്ടാലേ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനും ആലോചിക്കാനും ഒക്കെ പറ്റൂ. അതിലേക്ക് ഇന്ദ്രൻ ഉടനെ തന്നെ ഇറങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. എങ്കിൽ ഇന്ദ്രന് ചിലപ്പോൾ സുശീലയെ മറക്കാനും വെറുക്കാനും ഒക്കെ പറ്റിയേക്കും. അച്ഛാ, രഘുവേട്ടൻ ഇവിടെ വന്നു പോയ ശേഷം അച്ഛനെ വിളിച്ചിരുന്നോ? രഘുവിടെ വന്നെന്നോ? എപ്പോ? എന്നോട് അവൻ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അച്ഛനോട് പറയാതെയാണോ രഘുവേട്ടൻ ഇവിടെ വന്നേ? എന്നിട്ട് അച്ഛൻ പറഞ്ഞു വിട്ടതാണെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്. അമ്മാവൻ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ, അതുകൊണ്ട് പഞ്ചരത്നത്തിലെ കാര്യങ്ങൾ നോക്കാൻ എന്നെ വിട്ടു എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. ചിലപ്പോൾ അവന് സ്വയം ഒരു ഉത്തരവാദിത്തം തോന്നിയിട്ട് വന്നതായിരിക്കാം. ഞാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞാലേ ഇവിടെ ഒരു സ്വീകാര്യത കിട്ടുമെന്ന് അവന് തോന്നിക്കാണും. എന്നിട്ട് രഘു വീട്ടിൽ കയറി മക്കളെയൊക്കെ കണ്ടിട്ടാണോ ചിരു പോയത്? അല്ല അച്ഛാ, രഘുവേട്ടൻ കയറിയില്ല. ലച്ചുമോളെ ഉമ്മറത്ത് വിളിച്ച് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടാ പോയത്.